ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫൈൻ ഫറ. ഫൈൻ ഫറ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. എൻ്റെ പേര് ഫർഹാന. എൻ്റെ സ്ഥലം കാലിക്കറ്റാണ്. ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ഡെൻറ്റിസ്ട്രിയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൽ കാണാം, എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിന് മുന്നേ സൗദി പോയിട്ടുണ്ട്, ദുബായ് പോയിട്ടുണ്ട്, അതായത് ഇൻ്റർനാഷണൽ. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മലേഷ്യൻ ട്രിപ്പ് പോയി ഈ അടുത്തായിട്ട്. അപ്പോൾ ആ ഒരു മലേഷ്യൻ ട്രിപ്പിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ആണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ. പക്ഷെ ഞങ്ങൾ പോയ ട്രിപ്പ് ഡീറ്റെയിൽസ് എനിക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു പാക്കേജ് ആയിട്ടാണ്, അതായത് ഒരു പാക്കേജ് എടുത്തിട്ടാണ് ഞങ്ങൾ മലേഷ്യയിലേക്ക് പോയത്. അത് 6 days and 5 nights ആയിരുന്നു. ആ പാക്കേജ് പ്രൊവൈഡ് ചെയ്തത് ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോം എന്ന ടീമായിരുന്നു. ഞങ്ങളുടെ ട്രിപ്പിൽ ഞങ്ങൾക്ക് 4 കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു, പ്ലസ് ഒരു ലോക്കൽ ഗൈഡ്. അങ്ങനെ ഞങ്ങൾ യാത്രക്കാർ കൂടാണ്ട് 5 പേര് ഞങ്ങളെ മാനേജ് ചെയ്യാനും ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകുമ്പോൾ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ ഇവർ ഈ ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോം എന്ന ടീം അവർ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്തു. എല്ലാവരും കേട്ടോ, പേരൻസ് മാത്രമല്ല, ഞങ്ങൾ കുട്ടികളും ഞങ്ങളെല്ലാവരും ആ ടീമിലുള്ള എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഞങ്ങളെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഞങ്ങൾക്ക് വീഡിയോസ് ഇട്ട് തന്നു, എങ്ങനെ ഉണ്ടാവും, പിന്നെ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടാവും, നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണം, നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണ്ട. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അവർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് തന്നു. അത് മാത്രമല്ല എയർപോർട്ടിൽ ഞങ്ങളോട് ഷെഡ്യൂൾഡ് ടൈമിനേക്കാളും ഒരു 1 hour മുന്നേ ഞങ്ങളെ അവിടെ എത്തിച്ചേരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ പേപ്പേഴ്സും ഞങ്ങളെ കയ്യിൽ തന്നു. അതായത് ഈ ടിക്കറ്റ്, ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ടിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ അതുപോലെ വേറെ പേപ്പേഴ്സ്, ഇൻഷുറൻസ്, അങ്ങനത്തെ ഒരുപാട് പേപ്പേഴ്സിൻ്റെ കോപ്പി, എല്ലാ കാര്യങ്ങളും അവർ ഫുൾ ആൻഡ് ഫുള്ളി സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക്, നമ്മൾ ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതിൽ ഒരാളായിരുന്നു, ഒരു കോർഡിനേറ്റർ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, അതായത് സാദിഖ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഫ്രം കൊച്ചിയിൽ നിന്നായിരുന്നു ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ യാത്ര തുടങ്ങി. യാത്രയൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു, അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങൾ മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, അതായത് കൊലാലംപൂർ എയർപോർട്ടിൽ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ, ഞങ്ങളെ കൂടെ ഒരു കോർഡിനേറ്ററേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അതായത് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ബാക്കി 4 പേര് ഞങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടി വന്നു. ഈ 5 കോർഡിനേറ്റേഴ്സിലും ബാക്കി 4 പേരും ഞങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ റിസീവ് ചെയ്തത് ഒരു ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ. ഞങ്ങൾ അവിടെ റിസീവ് ചെയ്തത് അവരുടെ ഒരു ഫാമിലിനെ റിസീവ് ചെയ്യുന്ന പോലെ ആയിരുന്നു മലേഷ്യയിൽ ഞങ്ങളെ റിസീവ് ചെയ്തത്. അത്രയും ഞങ്ങളൊരു പരിചയമില്ലാത്ത ആളുകളാണെങ്കിലും ആ ഒരു രീതിയിലല്ല ഞങ്ങളെ റിസീവ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഹാർട്ടി വെൽക്കം ആയിരുന്നു അവരുടെ സൈഡിൽ നിന്നും. ഒരു ഫാമിലി വരുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ്സും, പിന്നെ ആ ഫാമിലീനെ അവരെങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണു, അത്രയും നല്ല രീതിയിലായിരുന്നു അവർ ട്രീറ്റ് ചെയ്തതും ഞങ്ങളെ വെൽക്കം ചെയ്തതും. ഏർലി മോർണിംഗ് മലേഷ്യയിലെത്തി ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, അതായത് നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഫ്രഷ് ആവണോ, ഞങ്ങൾക്ക് വേണ്ടി സിം എടുത്ത് തരാനും, അങ്ങനെ എല്ലാ ഹെൽപ്പിനും അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏർലി മോർണിംഗ് അവിടെ എത്തി. ഞങ്ങൾക്ക് ബസ്സിൽ കയറി ഉടനെ റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം വൺ ഓഫ് ദി കോർഡിനേറ്ററായ സമ്മദ് ഖാൻ്റെ വകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 4 കോർഡിനേറ്റേഴ്സ്, അല്ല ടോട്ടൽ 5 കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ചീഫ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ സർ. സാർ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ്റെ ഒരു കലവറയാണ്. അതായത് സാറ് ഇൻ ആൻഡ് ഔട്ട് സ്റ്റഡി നടത്തിയിട്ട് മാത്രമാണ് ഞങ്ങളെ, അല്ലെങ്കിൽ ഈ ഒരു മലേഷ്യൻ ട്രിപ്പ് സാറ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫിഷ്യൻസി സാറിൻ്റെ
ആ ഒരു സൈഡിൽ നിന്ന് നല്ലോണം ഉണ്ടായിരുന്നു. ഇൻഫർമേഷൻസ് ആയാലും നമുക്ക് എന്ത് ഹെൽപ്പ് ആണെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാ തരത്തിലും ക്ലിയർ ചെയ്യാൻ സാർ എപ്പോഴും എപ്പോഴും അവൈലബിൾ ആയിരുന്നു. ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ യാത്രയിലും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഹംസക്കാൻ്റെ വൈഫ് സെഫിയത്ത. സെഫിയത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഫ്രണ്ടും കൂടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം സെഫിയത്ത എന്ന് പറഞ്ഞാൽ ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുകയാണ്. ഏകദേശം എൻ്റെ ഉമ്മാൻ്റെ പ്രായം തന്നെ ഉണ്ടാവും. പക്ഷെ പ്രായം ഒരു ജസ്റ്റ് ഒരു നമ്പറാന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സെഫിയത്ത. സെഫിയത്ത ഓൾ ഇൻ ഓൾ, ലൈക്ക് എല്ലാ കാര്യത്തിനും സെഫിയത്ത ഓക്കെയാണ്. സെഫിയത്ത നോ പറയുന്ന ഒരു സംഗതി ഇല്ല. സെഫിയത്തക്ക് ദേഷ്യം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. സെഫിയത്തനോട് എന്തെങ്കിലും ചോദിച്ചോ, സെഫിയത്തക്ക് ചെയ്യാൻ പറ്റുന്ന സെഫിയത്ത ചെയ്യും. ആരെ വെയിറ്റ് ചെയ്യാനാണെങ്കിലും എത്ര ടൈം വെയിറ്റ് ചെയ്യാണെങ്കിലും ഭയങ്കര ക്ഷമയുള്ള ഒരാളാട്ടോ സെഫിയത്ത. പിന്നെ ഞങ്ങളുടെ അടുത്ത കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ സാദിഖ്. ഞങ്ങളെ കൊച്ചി മുതലേ കൊണ്ടുവരുന്ന ആളാണ് സാദിഖ്. സാദിഖും അതുപോലെ എക്സ്ട്രാ ഓർഡിനറി. അതായത് ഈ ഒരു 40 പീപ്പിളിൻ്റെ ക്രൗഡ് എന്ന് പറഞ്ഞാൽ അതിൽ പല ടൈപ്പ് ആളുകളുണ്ട്. പ്രായമായവരുണ്ട്, മിഡിൽ ഏജ് ഉണ്ട്, പിള്ളേരുണ്ട്, എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ട്. ഇവരെല്ലാവരും ഒരുപോലെ കയ്യിലെടുത്ത ആളാണ് സാദിഖ്. ത്രൂ ഔട്ട് ദ ട്രാവൽ ഞങ്ങൾക്ക് ബോറടിക്കാണ്ടേയും അതുപോലെ ഞങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തന്നിട്ടും പിന്നെ ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യാനും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നാണ് നമ്മുടെ ഒരു അടുത്ത താരങ്ങളായിട്ട് വരുന്നത്. അതായത് സമ്മദ്ക കോർഡിനേറ്റർ ആണെങ്കിലും സമ്മദ്ഖാനെ ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. സമ്മദ്ഖാൻ്റെ വൈഫ്, ഇവർ രണ്ടുപേരും അവർ രണ്ടുപേരും മലേഷ്യയിൽ സെറ്റിൽഡാണ് വിത്ത് ഫാമിലി. അപ്പോൾ അവരെ ചെയ്തു തന്ന ഹെൽപ്പ് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഒത്തിരി ഹെൽപ്പ് അവരെ സ്വന്തം ഫാമിലീനെ പോലെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവരുടെ ഫുഡ് കാര്യങ്ങൾ, വൈഫ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് 40 പേർക്ക് വേണ്ടിയിട്ട് വൈഫ് തന്നെ കുക്ക് ചെയ്യുക. വൈഫ് അവിടെ മലേഷ്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആളാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് സമ്മദ്ഖാൻ്റെ വൈഫ്. പിന്നെ സമ്മദ്ഖായും തന്നെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവർ ഇത്രയും ഭംഗിയായിട്ട് ഞങ്ങളുടെ ഈ ഒരു 6 ദിവസം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഞങ്ങളെ യാത്ര പ്ലസൻ്റ് ആക്കാനും വേണ്ടിയിട്ട് ഒരുപാട് അവർ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ സക്സസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ എഫേർട്ടും അവരുടെ സിൻസിയറിറ്റിയും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു ഗസ്റ്റ് ആയിട്ടില്ല, ഞങ്ങളെ ഫാമിലി ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പാതിര 2 മണിക്കായാലും 3 മണിക്കായാലും എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് അവരെ മെസ്സേജ് ചെയ്താൽ ആ സ്പോട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ് പറയാനുണ്ട് ഈ ഒരു ഫുൾ ടീമിനോട്. ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോം എൻ്റെ ടീമിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇനിയും വേറെ യാത്രകൾ പ്ലാൻ ചെയ്യൂ, ഞങ്ങളെന്തായാലും കൂടെ ഉണ്ടാവും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കോർഡിനേറ്റേഴ്സ് മാത്രം നന്നായതുകൊണ്ട് നമ്മൾ ട്രിപ്പ് നന്നാവില്ല. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 40 പേരും എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ ട്രിപ്പിലും ആരെങ്കിലും ഒരാൾ ലേറ്റ് ആക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം, കച്ചറ, പിന്നെ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കാം. പക്ഷേ ഈ ഒരു 40 പേരെന്ന് പറഞ്ഞാൽ അതിൽ കുഞ്ഞു പിള്ളേർ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അവരൊരു സമയം പാലിക്കാണ്ട് ബാക്കിയുള്ളവരെ എന്തെങ്കിലും ഐറ്റിനറി നഷ്ടപ്പെടുത്തേ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഹാപ്പി ആൻഡ് ജോളി ആൻഡ് ഒരു കംപ്ലയിൻസും ഇല്ലാത്ത എന്താ പറയുക കമ്പാനിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും അടിപൊളി കമ്പാനിയൻസും അതിലും അടിപൊളിയായിട്ടുള്ള കോർഡിനേറ്റേഴ്സും ആയൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പ്. അപ്പോൾ ആ ഒരു മലേഷ്യൻ ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോ ഇൻഷാല്ലാ ഞാൻ ഓരോ ദിവസത്തിൻ്റെയും വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ യാത്രകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൂടാണ്ട് ഒരുപാട് ഹോബീസ് ഉണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഹോബീസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറില്ല. പക്ഷെ ഉള്ള സമയം, ചിലപ്പോൾ സമയം ഉണ്ടാവുമ്പോൾ
ഞാനൊരു ദിവസം ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഗ്രാജ്വലി ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും വേണം. അപ്പോൾ നമ്മുടെ ബാക്കി മലേഷ്യൻ ട്രിപ്പിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് ഫൈൻ ഫറ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.